മിടുക്കി. ഇപ്പോഴാ റിതുക്കുട്ടി ചെറിയമ്മയുടെ പൊന്നു മോളായത്. ഞാൻ അച്ഛനോട് സത്യം ചെയ്തതാ. എന്നുവെച്ച് രാജുവിനെ കാണുന്നത് കൊണ്ടൊന്നും അച്ഛൻ വഴക്കൊന്നും പറയില്ല. രാജുവിനോടുള്ള പ്രതാപേട്ടന്റെ സ്നേഹത്തെപ്പറ്റി ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ അന്നേരത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ സംഭവിച്ചു പോയിന്നേ ഉള്ളൂ. രാജുവിനെ മോള് കാണുന്നതിന് പ്രതാപേട്ടനൊന്നും പറയില്ല. മോള് ഇപ്പൊ തന്നെ പോയി രാജുവിനെ കാണു. ചെല്ല്. വന്നു വയ്യാവേലി. ഈ ചെറിയമ്മേ പലതും പറയും. അത് കേട്ട് നടന്നാലേ നഷ്ടപ്പെടുന്നത് നിനക്കായിരിക്കും. ഇനി എന്താ എനിക്ക് നഷ്ടപ്പെടാനുള്ളത്? നിനക്ക് നിന്റെ അച്ഛനല്ലേ ഏറ്റവും വലുത്. ആ അച്ഛൻ നഷ്ടപ്പെടുന്ന കാര്യമാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ? നീ മിണ്ടാതിരിക്കടി. ഞാൻ സംസാരിക്കുന്നതേ ഇവളോടാ. അതും ഇവളുടെ ഭാവിക്ക് വേണ്ടിയാ. പ്രതാപൻ തന്നെയാണ് നിന്റെ അച്ഛനെന്ന് ഉറപ്പിച്ച് പറയാനുള്ള ഏക സാക്ഷി അത് ജഗന്നാഥൻ മാത്രോ. അയാളാണെങ്കി ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. ഇനി കണ്ണു തുറക്കാനുള്ള സാധ്യതയുമില്ല. പക്ഷേ ഒരാള് പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഇത്രയും നാൾ ഉണ്ടായിരുന്നതൊക്കെ തെറ്റിദ്ധാരണയാണെന്ന് ആ ഒരാൾ ഉറപ്പിച്ച് പറഞ്ഞ പ്രതാപൻ വിശ്വസിക്കും. പത്മയെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ആ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അപ്പോ അംബിക പ്രതാപവർമ്മയുടെ മുൻപില് ഒരു മോശക്കാരിയായിട്ട് മാറില്ലേ? ഇത്ര നാളും മൊത്തമായും ചില്ലറയായും കൈവശം വെച്ചുകൊണ്ടിരുന്ന പൊന്നാങ്ങളെ ആ പൊന്നുപെങ്ങൾക്ക് നഷ്ടാവില്ലേ? അയ്യോ, ആ കാര്യം ഓർത്തേ ആരും വിഷമിക്കുകയും കണ്ണീരൊഴുക്കുകയോ ഒന്നും വേണ്ട. അതൊക്കെ കൈകാര്യം ചെയ്യാനേ ഈ അംബികാവർമ്മയ്ക്ക് അറിയാം. പക്ഷേ അങ്ങനെ സ്വയം ബലിയാടാവുന്ന ഒരു തീരുമാനത്തിന് അംബികാവർമ്മ തയ്യാറാവണമെങ്കിൽ ഒരു വലിയ ഉദ്ദേശം ഉണ്ടാവുമല്ലോ. അതെ, അത്തരം ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതെ, ഒരു ലാഭം ഇല്ലാതെ നിങ്ങളൊന്നും ചെയ്യില്ലല്ലോ. അതെ,